ഹായ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റെലവൻസ് ഓഫ് കമ്പനീസ് ആക്ടിനെ കുറിച്ചാണ്. ഓക്കെ, എന്തിനാണ് കമ്പനീസ് ആക്ടിലെ റെലവൻസ്? കാരണം നമുക്ക് വേറെ ഇതിലേക്കൊക്കെ വരുമ്പോൾ ഒരു അഡീഷണൽ ആക്ടിൻ്റെ ആവശ്യം, ഇൻകം ടാക്സിലെല്ലാം കവർ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കമ്പനീസ് ആക്ട് സെപ്പറേറ്റ് ആയിട്ട് കമ്പനി രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ മാത്രം എന്താണ് സെപ്പറേറ്റ് ആയിട്ടൊരു ആക്ട് അവിടെ വെച്ചിരിക്കുന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു നിയമം പഠിക്കുമ്പോൾ അതിൻ്റെ ആ നിയമം ആവശ്യം എന്തായിരുന്നു, ആ നെസസിറ്റി എന്തിനു വന്നു, അതാദ്യം പഠിച്ചാൽ മാത്രമേ അതിൽ വരുന്ന ക്ലോസ് ആണ് ശരി, അതിൽ തരുന്ന റൂൾസ് ആണ് ശരി, നമുക്ക് പ്രോപ്പറായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ നിയമം തീരെ ഇഷ്ടപ്പെടാത്ത പീപ്പിൾസാണ്. ഓക്കെ, കാരണം നിയമം ഒരു ലോ എന്ന് പറഞ്ഞാൽ തന്നെ റെസ്ട്രിക്ഷൻ ആണ്. ഓക്കെ, ലിറ്ററലി പുട്ടിങ് ദ റെസ്ട്രിക്ഷൻ ഓൺ ദ ഹ്യൂമൻ ബീങ്സ് ആണ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഗവൺമെൻറ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ പുട്ട് ചെയ്യാൻ വില്ലിങ് അല്ല. നെസസിറ്റി വരുമ്പോൾ മാത്രമാണ്, അതിൻ്റെ നെസസിറ്റി വന്നു എന്ന് വരുന്ന സിറ്റുവേഷനിലാണ് ഗവൺമെൻറ് എപ്പോഴും ലോ ക്രിയേഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ കമ്പനീസിൽ മാത്രം ഒരു സെപ്പറേറ്റ് ആക്കി? കാരണം നമുക്ക് ഇപ്പോൾ പ്രൊപ്പറേറ്റർഷിപ്പ് വരുമ്പോൾ പാർട്ണർഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്ര റെഗുലേഷൻസ് ഇല്ല. ഓക്കെ, കമ്പനീസ് ആക്ട് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര മാൻഡേറ്ററി ആയിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആണ്. അപ്പോൾ കമ്പനീസിലേക്ക് വരുമ്പോൾ മാത്രമാണ് എന്തിനാണ് ഈ എക്സ്ട്രാ ബേർഡൻ വെച്ച്? കാരണം പ്രൊപ്പറേറ്റർഷിപ്പിന് അതില്ല, പിന്നെ എന്താ പറയുക, പാർട്ണർഷിപ്പിനും ഈവൻ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ ഇപ്പോഴും ഹെവി കംപ്ലയിൻസിലേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ വൈ കമ്പനീസ് ആക്ട് റിക്വയർഡ് എന്ന ലെവലിലേക്കാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് കമ്പനീസ് ആക്ടിൻ്റെ റിക്വയർമെൻറ്റ് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ 3 തരം ബിസിനസ് ഓപ്പർച്യൂണിറ്റികളുടെ നേച്ചർ അറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫണ്ട്, അതായത് ഫിനാൻസ് ആരാണോ ഇറക്കുന്നത് ആ വ്യക്തി തന്നെ ആയിരിക്കും ആ ബിസിനസ് റൺ ചെയ്യണം. ഓക്കെ, ആ ഓപ്പറേഷൻ ചെയ്യണത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുന്നു, ഞാൻ പൈസ ഇറക്കുന്നു, ഞാൻ തന്നെ ആ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യണം, മാനേജ് ചെയ്യണം, എല്ലാം ചെയ്യണം. അതായത് എൻ്റെ പണം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യപ്പെടുന്നത്, യൂസ് ചെയ്യപ്പെടുന്നതെന്ന് എനിക്ക് അഷ്യൂരിറ്റി ഉണ്ട്, കാരണം അതെല്ലാം ഹാൻഡിൽ ചെയ്യണം ഞാനാണ്. ഓക്കെ, ഇതാണ് പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിലേക്ക് വരിക, അതായത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിസിനസ്. പാർട്ണർഷിപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം നമുക്ക് ഒറ്റയ്ക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ റിസ്ക് ഷെയർ ചെയ്യണം. ഓക്കെ, നമുക്കൊരു ബിസിനസ് ചെയ്യണം, പക്ഷേ സെൽഫ് റിസ്ക് എടുക്കാനുള്ള താല്പര്യമില്ല. ഒറ്റയ്ക്ക് നമുക്ക് എബിലിറ്റിയിലേക്ക് ലാക്കിങ് വരുന്ന സമയത്ത് നമ്മൾ ഷെയർഡ് റിസ്കിലേക്ക് പോകണം. ഷെയർഡ് റിസ്കിൽ പോകുമ്പോൾ നമുക്ക് പാർട്ട്നേഴ്സ് വെച്ചിട്ട്, പാർട്ട്നേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള പാർട്ട്നേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ ഏകദേശം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പീപ്പിൾസും ബിസിനസ് റൺ ചെയ്യുന്ന പീപ്പിൾ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. കാരണം മേ ബി കുറച്ച് സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടാവും, അവർ ചിലപ്പോൾ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, റണ്ണിങ്ങിലേക്ക് ഉണ്ടാവില്ല. ഓക്കെ, ബട്ട് ദേ ആൾസോ ഒരു ക്ലോസ് കണക്ഷൻസ് ഉണ്ടാവും പാർട്ട്നേഴ്സ്മാർ. അപ്പോൾ അവിടെ ഒരു ഫ്രോഡിനുള്ള സ്പേസേ ഇല്ല. അപ്പോൾ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പീപ്പിൾസ് ആണെങ്കിൽ മേ ബി മറ്റുള്ളവർ ഫീൽഡ് ഓപ്പറേഷൻ എന്ന ലെവലിലേക്ക് പോകും. അവിടെ ആരാണോ ഓണർഷിപ്പിലുള്ളവർ അവർ തന്നെയാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴും അവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യത കുറയും. മേ ബി അതിനും ചിലപ്പോൾ സാധ്യതയുണ്ട്, ബട്ട് ലൈറ്റർ ചാൻസ് ആണ്. ഓക്കെ, സ്മോൾ ചാൻസ് ആണ്. ഓക്കെ, കാരണം ഭയങ്കര ക്ലോസ് കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, കമ്പനീസിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. കമ്പനീസിലേക്ക് വരുന്ന സമയത്ത് ഓണർഷിപ്പിലുള്ള പീപ്പിൾസും, അതായത് ഷെയർ ഹോൾഡേഴ്സും ബിസിനസ് റൺ ചെയ്യുന്ന പീപ്പിൾസും സെയിം ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, ചെറിയ ചെറിയ കമ്പനികളിൽ ഓക്കെ ആയിരിക്കാം, വലിയ കമ്പനികളിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് സെയിം. കാരണം ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കില്ല, മാനേജ്മെൻറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഷെയർ ഹോൾഡറാണ് വയ്ക്കുക, ഞാൻ പൈസ ഇറക്കുന്നു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണ പൈസയ്ക്ക് എനിക്ക് റിട്ടേൺ വേണം. ഓക്കെ, പക്ഷേ ബിസിനസ് റൺ ചെയ്യണം ഞാനല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടണം. കാരണം നമ്മൾ 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആകുന്ന സമയത്ത് ഇന്ത്യയിൽ ഫണ്ട് ഭയങ്കര ഷോർട്ടേജ് ആണ്, എക്കണോമിക്കലി ഇന്ത്യ ഭയങ്കര വീക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആക്കണം. അപ്പോൾ പലതരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒന്ന് ഒരാൾ സ്വയം ബിസിനസ് ചെയ്യാൻ വില്ലിങ്ങാണ്, പാർട്ണർഷിപ്പിലാണ്. ചില വ്യക്തികൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് ചിലപ്പോൾ ആ ബിസിനസ് അറിയില്ല, അത് ചെയ്യാനും താല്പര്യമില്ല, പക്ഷേ അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കും. ഓക്കെ, അതായത് പൈസ അവരുടെ കയ്യിലുണ്ട്, പൈസ ഇറക്കാം, പക്ഷേ ബിസിനസ് അവർക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് മേ ബി റൺ ചെയ്യണത് മറ്റുള്ളവരാണെങ്കിൽ നമ്മൾ ഷെയർ മേടിക്കുന്നു, ഷെയർ ഹോൾഡ് ചെയ്യുന്നു, അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചില വ്യക്തികൾക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് റിസ്ക് എടുക്കാനോ താല്പര്യമില്ല. ദേ വാണ്ട് ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, ഫണ്ട് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുക, ഇൻവെസ്റ്റ് ചെയ്യുക, ഫണ്ട് റൈസ് ചെയ്യുക.
അപ്പം അങ്ങനെയുള്ള പീപ്പിൾസിനെ നമ്മുടെ നാഷനിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ വളർത്തിയെടുക്കണം. അതിന് നമുക്കൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വേണം. ഓക്കെ, അല്ലാതെ വെറുതെ ഞാൻ പൈസ ഇട്ട് റിസ്ക് എടുക്കാൻ ആർക്കും താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമ്മളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പനീസിനുള്ള ഒരു ഓപ്ഷൻ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് റിട്ടേൺ കിട്ടാനുള്ള ഒരു ക്രെഡിബിലിറ്റി വേണം. ഓക്കെ, റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന്. കാരണം മാനേജ്മെൻറ്റ് റൺ ചെയ്യണ വേറൊരു പീപ്പിൾസ് ആയിരിക്കാം, അവരുമായിട്ട് ചിലപ്പോൾ കണക്ഷൻസ് ഉണ്ടാകില്ല. നമുക്ക് ചിലപ്പോൾ ബെറ്ററായി പോകാം. ഇതിനൊരു പ്രൈമറി എക്സാമ്പിൾ എന്ന് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ നാഷനിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പറഞ്ഞു വിടുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. ഓക്കെ, അവരാണ് നിങ്ങൾ പോയി ഇന്ത്യയിൽ പോയി ബിസിനസ് ചെയ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് വേ സ്റ്റേജിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭയങ്കര ഇന്ത്യ കോൺകർ ചെയ്യുന്നു, ഇന്ത്യയിൽ ഭയങ്കര ബിസിനസ് സാമ്രാജ്യങ്ങൾ വരുന്നു. ബട്ട് അങ്ങനെ എല്ലാം സംഭവിക്കുമ്പോൾ അതിൻ്റെ ഫൈനാൻഷ്യൽ സിസ്റ്റം ഭയങ്കര ലോസിലാണ് നോക്കുന്നത്. ഓക്കെ, കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അവർ ലോസ്, ബാഡ് ആപ്റ്റ്, ബാങ്ക്രപ്റ്റ്. ഓക്കെ, അതെങ്ങനെ സംഭവിക്കണമെന്ന് ആർക്കും അറിയില്ല. കാരണം നോക്കുമ്പോൾ ഇന്ത്യയിൽ പ്രോപ്പറായിട്ട് ഒരുപാട് ബിസിനസ് അവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ എങ്ങനെ നോക്കിയാൽ ഫിനാൻഷ്യൽ ലോക്ക്. അപ്പോൾ എന്താ പറയുക, ഷെയർ ഹോൾഡേഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷ് കമ്പനിയെ പറയാം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ പറയാം. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ എല്ലാം പ്രോപ്പറായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആക്കി കഴിഞ്ഞു. പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ എല്ലാം ലോസ്, എല്ലാം ബാഡ് ആപ്റ്റ്, എല്ലാം ബാങ്ക്രപ്റ്റ്. ഹൗ ദിസ് ഹാപ്പനിങ്, എങ്ങനെ സംഭവിക്കണമെന്ന് അറിയില്ല. കാരണം മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ല. ഓക്കെ, കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മാനേജ്മെൻ്റ് ആയിട്ടുള്ള അവർ റൺ ചെയ്യണ ബിസിനസ് അവരെല്ലാം ഇംപ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അപ്പോൾ എന്താ, ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടം വരികയാണ്. ഓക്കെ, കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യണു, പക്ഷേ ബിസിനസ് മാനേജ് ചെയ്യുന്ന മറ്റുള്ള പീപ്പിൾ അവർ റോങ് ആയിട്ട് മാനേജ് ചെയ്യണം. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പീപ്പിൾസിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പ്രൊപ്പർട്ടർഷിപ്പിലാവുന്ന സമയത്ത് സ്വന്തം പൈസ ഇറക്കണം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവൻ കഷ്ടപ്പെട്ട് പണിയെടുക്കും. ഓക്കെ, പാർട്ണർഷിപ്പിലാണെങ്കിൽ ശരി, പൈസ ഇറക്കിയാൽ റെഗുലർ ചെക്കപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും പ്രോപ്പറായിട്ട്. ഈവൻ ഡേ ടു ഡേ റൺ ചെയ്യുന്നില്ലെങ്കിൽ പോലും റെഗുലറായിട്ട് അയാൾ ചെക്ക് ചെയ്യും. ഓക്കെ, എല്ലാം പ്രോപ്പറായി പോകണ്ട, മേ ബി പീരിയോഡിക്കലായിട്ടാണ് ശരി, അയാളെ ഇൻവോൾവ് ചെയ്യിക്കാം. ഓക്കെ, ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല. കാരണം ഒരാൾ ഷെയറിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നിട്ട് അയാൾ എവിടെയോ ഇരിക്കണം. ഓക്കെ, ഒരു പർട്ടിക്കുലർ സമയം വരുമ്പോഴാണ് അയാൾ അറിയുന്നത് ഓക്കെ എൻ്റെ ഷെയർ ലോസിൽ പോയി, എൻ്റെ ഷെയർ പ്രോഫിറ്റിൽ പോയെന്നത്. ഓക്കെ, അപ്പോൾ ഒരു വർഷത്തോളം എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യപ്പെടുന്നത് അയാൾക്ക് ഒരു ഐഡിയ ഇല്ല, ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഐഡിയ ഇല്ല, ബിസിനസ് പ്രോപ്പറായിട്ടാണോ റൺ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ അവർക്ക് കാരണം മാനേജ്മെൻറ്റ് അഫയേഴ്സിലേക്ക് അവർക്ക് എൻട്രൻസ് ഇല്ല. കാരണം അവർ ജസ്റ്റ് വേണമെങ്കിൽ ഗ്രൗണ്ടിൽ മറ്റേ ക്രൗഡിൽ നിൽക്കുന്ന ഒരാളെ പോലെ ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നത് ജസ്റ്റ് അറിഞ്ഞുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഫണ്ട് വരുമോ വരില്ലയോ എന്ന് അറിയില്ല. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം? നമുക്കൊരു കാര്യത്തിന് പ്രോപ്പറാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ലോ വേണം. ഓക്കെ, നിയമത്തിൻ്റെ അനിവാര്യത വരുന്നത് അവിടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം നമുക്ക് ആവശ്യമായി വരികയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് കമ്പനീസ് ആക്ട് എന്നൊരു ആക്ടിൻ്റെ റെലവൻസ് അവിടെ വരുന്നത്. കാരണം ഒരു നിയമത്തിന് എല്ലാവരും ബാധ്യസ്ഥരാണ്. ഓക്കെ, എവരി പീപ്പിൾ ഇൻ ഇന്ത്യ ഈസ് ലൈബിൾ ഫോർ ലോ. ഓക്കെ, അപ്പോൾ കമ്പനിയിലെ മാനേജ്മെൻറ്റ് പീപ്പിൾ അവർക്ക് ആക്ച്വലി ഷെയർ ഹോൾഡേഴ്സിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. പക്ഷെ അതൊരു എന്താ പറയുക ഇംപ്ലൈഡ് എന്ന് പറയാം. അത് ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. അപ്പോൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന് മാനേജ്മെൻറ്റ് അവിടെ വർക്ക് ചെയ്യുന്നു, അവർ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം, ചെയ്യാതിരിക്കാം, ബെറ്ററായി റൺ ചെയ്യിക്കാം, ഫ്രോഡ് ചെയ്യിക്കാം. ഇതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി, അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി വരണം. പക്ഷേ നിയമം എന്ന് പറയുന്നത് പേഴ്സണൽ ചോയ്സ് അല്ല. ഓക്കെ, ലോ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ല. ദേ മസ്റ്റ് ആണ്, മാൻഡറ്ററി ആണ്. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട്, ഇവിടെ മാനേജ്മെൻറ്റും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ മാൻ ആയിട്ടാണ് കമ്പനീസ് ആക്ട് നിൽക്കുന്നത്. കാരണം ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി കമ്പനീസ് ആക്ട് എന്താ പറയുക മാനേജ്മെൻറ്റിന് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ. അതായത് ഒരു പാത്ത് ഉണ്ട്, ആ പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൂടെ തന്നെയാണ് ഇവർ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കമ്പനീസ് ആക്ടാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് ഷെയർ ഹോൾഡേഴ്സിനെ അവൻ്റെ പ്രൊട്ടക്ട് ചെയ്യണം, അവൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. അതിനെ പ്രോപ്പറായിട്ട് അവർ മാനേജ്മെൻറ്റ് നടത്തിക്കോളും എന്നൊരു വിശ്വാസം, ക്രെഡിബിലിറ്റി എന്നത് ഏൺ ചെയ്ത് കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ കമ്പനീസ് ആക്ടാണ്. കാരണം ഈ കമ്പനീസ് ആക്ട് പ്രകാരമാണ് ആ ബിസിനസ് റൺ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആ ബിസിനസ് റൺ ചെയ്യപ്പെടാൻ ഈ നിയമങ്ങളെല്ലാം അതിന് ഫോളോ ചെയ്തേ പറ്റുള്ളൂ എന്ന ലെവലിലേക്ക് വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടബിലിറ്റി അവിടെ വരും. ഓക്കെ, റെസ്പോൺസിബിലിറ്റി വരും, ട്രാൻസ്പാരൻസി വരും. ഇങ്ങനെ കുറച്ച് പ്രോപ്പറായിട്ട് റൺ ചെയ്യപ്പെടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഷെയർ ഹോൾഡേഴ്സിനെ അവൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും അവർക്ക് പ്രോപ്പറായി റിട്ടേൺ കിട്ടാനുള്ള സ്പേസ് ഓപ്പൺ ആക്കുകയും ഈവൻ ദോ പ്രോപ്പറായിട്ട് അവർക്ക് റിട്ടേൺ വരുന്നില്ലെങ്കിൽ പോലും അവർക്ക് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന്
തിരിച്ചറിയാനുള്ള സ്പേസ് കമ്പനീസ് ആക്ട് ഓപ്പൺ ആക്കി വെക്കുകയാണ്. കാരണം എന്തുകൊണ്ട് ഇംപ്രോപ്പറായിട്ട് കമ്പനിയിൽ കാര്യങ്ങൾ പോകണമെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കമ്പനീസ് ആക്ടിൻ്റെ നിയമങ്ങൾ അവർക്ക് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യും. കാരണം പ്രോപ്പറായിട്ട് ഇത് നടക്കണ്ടോ അത് നടക്കണ്ടോ എന്ന രീതിയിൽ ഒരുപാട് സെക്ഷൻസിലൂടെയും ലോസിലൂടെയും കമ്പനീസ് ആക്ട് ഓപ്പൺ ആക്കി വെക്കും. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി ഒരു CA ആണ് ശരി ഓഡിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ട സമയത്ത് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇന്ന വയലേഷൻ നടക്കുന്നുണ്ട്, ഇതിൽ പ്രോപ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സിനെ അത് ആക്സസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ എടുത്തിട്ട് കമ്പനീസിൻ്റെ മാനേജ്മെൻറ്റിൽ എത്രത്തോളം ട്രാൻസ്പാരൻസി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ്. ഇങ്ങനെ കമ്പനീസ് ആക്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ.